ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എവിടെയോ പോയിക്കൊണ്ടിരിക്കാന്ന് വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായിരിക്കും അല്ലെ? എവിടേക്കാന്നല്ലേ? വഴിയെ പറഞ്ഞു തരാം. ക്രമങ്ങളും മറ്റുള്ള ഇതും മുത്തുപേരുണ്ടാകുന്ന സംസാര രീതിയും വ്യത്യസ്തമായി. അതിനനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ശൈലി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും അവിടെ പറ്റി എന്ത് ചോദിച്ചാലും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുന്ന ആ ഒരു പ്രത്യേക ഒരു ഇത്. പിന്നെ മുത്തപ്പൻ കെട്ടിയടിക്കുന്ന കൂട്ടുള്ള അവതരണ ശൈലി ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ജനങ്ങൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ നല്ല സൗകര്യങ്ങളുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് നല്ല സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല പ്രകൃതി ഭംഗിയുണ്ട്. അങ്ങനെയുള്ള പിന്നെ അവിടുത്തെ മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള പിന്നെ സഹകരണവും ഒരു എല്ലാ ഭക്തജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതെ, ഞാൻ വള്ളുവൻകടവ് മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മടപ്പുര എന്നാണ് കേട്ടോ പൊതുവെ മുത്തപ്പൻ ക്ഷേത്രങ്ങളെ പറയാ. ക്ഷേത്രം എന്ന് പറയല് കുറവാണ്, അധികം മടപ്പുര എന്ന് തന്നെയാ പറയാ. ഈ വള്ളുവൻകടവ് മുത്തപ്പൻ മടപ്പുര വരുന്നത് കാട്ടാമ്പള്ളി പുഴയുണ്ടല്ലോ നമ്മളെ, അതിന്റെ അടുത്തായി കണ്ണാടിപ്പറമ്പിന്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറെ കേളി കേട്ട ക്ഷേത്രം കൂടിയാണിത്. ബാക്കിയുള്ള വിശേഷം ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിനു വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. വൈകിട്ട് പോകുന്നുണ്ടെങ്കിൽ സൺസെറ്റിന്റെ ഈ ഒരു നല്ല ഭംഗിയുള്ള വ്യൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. കാരണം അത് അത്രയും ഭംഗിയുള്ള പുഴയുടെ മുന്നിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയും കൂടിയാണ്. അപ്പൊ ഇതാ നമ്മളിതാ മടപ്പുരയിൽ എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് വള്ളുവൻകടവ് മുത്തപ്പൻ മടപ്പുര. അപ്പൊ ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള ഭംഗിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മുത്തപ്പനെയും കൂടി കാണാൻ പറ്റും. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ധർമ്മത്തിന്റെയും നീതിയുടെയും കാവലാളാണ് മുത്തപ്പൻ. പ്രത്യേകിച്ച് 7 കടൽ വരെ കടന്നു ചെല്ലുന്നതാണ് വിശ്വാസമല്ല കേട്ടോ, അതൊരു സത്യം തന്നെയാണ്. മുത്തപ്പനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് അത് അനുഭവപ്പെട്ടിട്ടും ഉണ്ടാവും. വള്ളുവൻകടവിന്റെ ആരൂഢ സ്ഥാനമായ പൊടിക്കളം 15 വർഷം കൊണ്ടാണ് ഈ കാണുന്ന വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രമായി മാറിയത്. ഈ വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ അഥവാ മടപ്പുരയുടെ ഒരു ചെറിയൊരു കഥ ഞാൻ കേട്ടറിഞ്ഞത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇതില് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, മുഴുവനായിട്ട് എനിക്കറിയുന്ന ഒരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണേ. എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. ഈ വള്ളുവൻകടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു 4 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു പഴയ മുത്തപ്പൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ പഴയ മടപ്പുരേന്റെ, അതായത് ആ പഴയ മുത്തപ്പ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ പുതിയ വളപ്പ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കേളി കേട്ടൊരു തറവാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ തലമുറയിലെ ഒരു ആരാധികനായ ദേവി ഉപാസകൻ ഈ ക്ഷേത്രമുള്ള സ്ഥലത്ത് എന്നും ധ്യാനിക്കാൻ ആയിട്ട് അവിടെയായിരുന്നു ചെന്നിട്ട് ഇരിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹം എപ്പോഴും സന്ധ്യാവന്ദനത്തിന് ശേഷം പൈങ്കുറ്റി ആരാധന നടത്താറുണ്ടായിരുന്നു ആ സ്ഥലത്ത്. പൈങ്കുറ്റി ആരാധന എന്ന് പറയുന്നത് മുത്തപ്പന് വെക്കുന്ന ഒരു പ്രത്യേകതരം പൂജവെപ്പാണ്. അതും സന്ധ്യാവന്ദനത്തിന് ശേഷമാണ് പൊതുവെ പൈങ്കുറ്റി ആരാധന നടത്താറ്. അങ്ങനെ ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് ശേഷം അദ്ദേഹം പൈങ്കുറ്റി ആരാധന നടത്തിയതിന് ശേഷം ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള പുഴയില് മത്സ്യ വിനോദത്തിൽ അകപ്പെട്ടിട്ടിരിക്കുന്ന ഭഗവാനെ കാണാനിടയുണ്ടായി. പുണ്യമായ ഭഗവത് ദർശനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമാകുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് ഇവിടെ ഒരു മുത്തപ്പന്റെ സാന്നിധ്യം വേണമെന്നും ദൈവഹിതത്താൽ അറിയുകയും പിന്നീട് അദ്ദേഹം ഇവിടെ ഒരു മടപ്പുര സ്ഥാപിക്കുകയും തന്റെ ഉപാസനാമൂർത്തിയായ ചാമുണ്ടേശ്വരിയും ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നു. അതിനുശേഷം നിത്യ ആരാധന ചെയ്തു വന്നിരുന്നു. ഇവിടുത്തെ വഴിപാടുകളില് കുറെ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ അകത്തുള്ള കുറച്ച് വഴിപാടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
സർവ്വരോഗശമനത്തിന് മീനമൃത് ഒപ്പിക്കൽ, വാദശമനത്തിന് സ്വർണമീൻ ഒപ്പിക്കൽ, വാഹന ലാഭത്തിനും ശത്രുദോഷ നിവാരണത്തിനും നായയെ ഒപ്പിക്കൽ, അഭീഷ്ടസിദ്ധിക്ക് നായൂട്ട്, അതുപോലെ തന്നെ കാര്യവിജയത്തിനും ശത്രുദോഷ പരിഹാരത്തിനും വേണ്ടി അമ്പും വില്ലും ഒപ്പിക്കലാണ് മറ്റൊരു പ്രത്യേകമായിട്ടുള്ള വഴിപാട്. മറ്റുള്ള മുത്തപ്പൻ മടപ്പുരകളിൽ ഇല്ലാത്ത തരത്തിലുള്ള സവിശേഷമായ വഴിപാടുകളാണ് ഇവിടെ കണ്ടുവരുന്നത്. പുതിയ വളപ്പിൽ തറവാടിന്റെ ആരൂഢ സ്ഥാനമായ കഴുകപ്പുരയിലെ കെട്ടിലകത്ത് അഭീഷ്ടവരദായിനിയായ എടലാപുരത്തെ ചാമുണ്ടിയും പൂർവ്വഗുരുവും വാഴുന്നു. സാക്ഷാൽ മൂകാംബിക അമ്മ, അതായത് മൂകാംബിക ദേവീനെയാണ് ഇവിടെ എടലാപുരത്തെ ചാമുണ്ടിയായിട്ട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും നേരം പുറത്തേത്തെ ഭംഗിയല്ലേ ആസ്വദിച്ച് വെള്ളോങ്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ, ഇനി നമുക്ക് അകത്തേത്തെ ഭംഗിയും കൂടി ആസ്വദിക്കാം. ശ്രീകോവിലിൽ ശിവാംശമായ മുത്തപ്പൻ പ്രതിഷ്ഠക്കരികിൽ ഹിമാലയത്തിലെ മാനസ സരോവരത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവശിലയുടെ സാമീപ്യം മുത്തപ്പ ഭക്തർക്ക് കൈലാസ ദർശന പുണ്യമാണ് സമ്മാനിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വള്ളംകടവ് മുത്തപ്പൻ മടപ്പുരയിലെ നട തുറക്കുന്ന സമയം രാവിലെ 5 മണിക്കാണ്. അതിനുശേഷം നട അടക്കുന്ന സമയം രാവിലെ 10 മണി വരെ നട തുറന്നിട്ടാണ് ഉണ്ടാകുക. 10 മണിക്കാണ് നട അടക്കുക. 10 മണിക്ക് നട അടച്ചതിന് ശേഷം പിന്നെ നട തുറക്കുക വൈകുന്നേരം 4:30 ശേഷമാണ്. 4:30ക്കാണ് നട തുറക്കുക. അതിനുശേഷം നട അടക്കുന്ന സമയം വൈകുന്നേരം, അതായത് രാത്രി 8:30ക്കാണ് പിന്നെ നട അടക്കുക. 4:30 മുതൽ 8:30 വരെ നട തുറന്നിട്ടാണ് ഉണ്ടാകുക. അറബിക്കടലിനോട് ചേർന്നുള്ള വളവട്ടണം പുഴയോട് അടുത്തുള്ള കിണറുകൾക്കൊക്കെ ഉപ്പുരസമുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം വള്ളോങ്കടവിലെ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള മണിക്കിണറിൽ ഉപ്പുരസമില്ല. തെളിഞ്ഞ ശുദ്ധജലമാണ് ഉള്ളത്. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണെന്നാണ് എല്ലാവരെയും വിശ്വാസം. സംക്രമ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും മുത്തപ്പന്റെ വെള്ളാട്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ മാസമുള്ള ആദ്യത്തെ ഞായറാഴ്ചകളിലും മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ. കണ്ണൂരിലെ പ്രധാനമായ മുത്തപ്പൻ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അതേപോലെ തന്നെ പുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രവും. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളവുംകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ വരികയാണെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും വന്ന് ഒന്ന് തൊഴുതിട്ട് പോയിക്കോളും. അതിനുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. മനമുരുകി വിളിച്ച മുത്തപ്പൻ അവിടെ ഉണ്ടാകുന്ന വിശ്വാസം, അതൊരു വിശ്വാസം മാത്രമല്ല, അതൊരു സത്യം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ അമ്പലം നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയണേ. എങ്ങനെയുണ്ട് ഈ അമ്പലത്തിൻ്റെ ഭംഗി എന്നുള്ളതും കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കറിയുന്ന ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയും പ്രകൃതി ഭംഗിയുടെ നടുക്കാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ക്ഷേത്രവും അതേപോലെ ഭംഗിയുള്ളത് തന്നെയാണ് കേട്ടോ. തരാൻ പോകുന്നത് ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലുള്ള ചുമരുകളാണ്. ശ്രീ മുത്തപ്പന്റെ പുരാവർത്തനകൾ വിവരിച്ചുകൊണ്ടുള്ള കഥകളാണ് ഈ കാണുന്നതൊക്കെ. ഇതും ഒരു പ്രധാന ആകർഷണം തന്നെയാട്ടോ വള്ളവുംകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ.
എന്തായിരിക്കില്ലേ ഇനി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക? അത് ഞാൻ പറഞ്ഞു തരാം. എല്ലാ വർഷവും ജനുവരി 1 മുതൽ 7-ാം തീയതി വരെയാണ് തിരുവപ്പന മഹോത്സവം കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ ഉത്സവ കാലത്ത് നടക്കുന്ന പ്രധാന അനുഷ്ഠാനമാണ് മീനമൃത് എഴുന്നള്ളിക്കൽ ചടങ്ങ്. അതെന്താന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നുണ്ടാവുക? അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. വ്രതം നോറ്റ ഭക്തർ ആഘോഷത്തോടെ അടുത്തുള്ള നദിയിലിറങ്ങി മത്സ്യങ്ങളെ അമ്പെയ്ത് പിടിക്കുകയും വാദ്യാഘോഷങ്ങളോടെ തിരിച്ചു മടങ്ങി ദേവസന്നിധിയിൽ മുത്തപ്പനെ സമർപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വള്ളോങ്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ഏതൊരു വിഷമവും അതില്ലാതാകുകയും അതുപോലെ ആഗ്രഹം നിറവേറുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മുടെ കൈ പിടിച്ചിട്ട് തൊട്ടടുത്ത് ഭഗവാൻ ഉണ്ടാവുന്നതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു വിശ്വാസം. വിശ്വാസം എന്നല്ല, അതൊരു വലിയൊരു സത്യം കൂടിയാണ്. അപ്പോൾ ഞാനിതാ കണ്ണും മനസ്സും നിറഞ്ഞ് മുത്തപ്പനെ കണ്ട് നന്നായി തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടില്ല എൻ്റെ മുത്തപ്പനെ? അങ്ങനെ മുത്തപ്പന് പൈസ കൊടുക്കാനും സാധിച്ചു ഈ സമയം വന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ അകത്തുനിന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, പറഞ്ഞു തരുകയും ചെയ്യാം. എപ്പോഴും നാട്ടിലേക്ക് പോയാൽ, അതായത് എൻ്റെ കണ്ണൂരിലേക്ക് പോയാൽ പോകുന്ന ഒരു പ്രധാന ക്ഷേത്രത്തിലൊന്ന് ഈ വള്ളവങ്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ്. അതിൻ്റെ കൂടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടിക്കും പോയി തൊഴാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ക്ഷേത്രങ്ങളിൽ ഞാൻ പോകാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. മൃത്യുനാശകനായ ഗുളികനെയും സന്താന ലാഭവും രോഗമുക്തിയും നൽകുന്ന നാഗദേവങ്ങളെയും ഉചിത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത്. ക്ഷേത്ര ശ്രീകോവിൽ തിരുമുറ്റത്തിന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിട്ടാണ് ക്ഷിപ്രപ്രസാദിയായ ഗുളികൻ ദൈവത്തിനെ കുടിയിരുത്തിയിട്ടുള്ളത്. കാണുന്നതാണ് നാഗത്തിനെ തൊഴുന്ന സ്ഥാനം കേട്ടോ. സന്ധ്യാവന്ദനത്തിന് ശേഷം നാഗത്താന്മാരെ തൊഴാൻ പാടില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനോ തൊഴാനോ നിൽക്കാനത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. വള്ളവങ്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. വള്ളവങ്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര, പുല്ലൂപ്പി, കണ്ണാടിപ്പറമ്പ്, PO കണ്ണൂർ 670604. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവിടുന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞത് ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു ദിവസവും ഉണ്ടോ ഭക്ഷണം ഇവിടെ എന്ന്. അന്നേരം പറഞ്ഞു ദിവസവും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടില്ല. നമ്മളിതാ ഊട്ടുപുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഊട്ടുപുര. എൻ്റെ മോനിവിടെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഭക്ഷണം വാങ്ങിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. വെജ് ബിരിയാണിയാണ് കേട്ടോ ഉള്ളത്. വെജ് ബിരിയാണി മാത്രമല്ല, അതിൻ്റെ സൈഡായിട്ട് അച്ചാറും ഉണ്ട്, സാലഡും ഉണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഞാൻ മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി മടങ്ങുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് വീഡിയോ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. നല്ലോണം കണ്ടില്ല.
സംസാരിച്ചു. എന്ത് പറഞ്ഞു മുത്തപ്പൻ? അപ്പം പറഞ്ഞല്ലോ പടിപടിയായിട്ട് നേരെയാക്കിത്തരാന്ന് പറഞ്ഞു. മമ്മീനോട് എന്താ പറഞ്ഞേ? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിരുന്നു. എപ്പോഴും എന്നും സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണും. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഞാൻ പോവാൻ ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് വഴിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഉത്സവം അടുപ്പിച്ചായിരുന്നു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായത്. അപ്പോൾ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് ഈ ലൈറ്റ് ഇട്ടേരം കാണാനുള്ളത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്.